ഹായ്, നമ്മളിന്ന് ക്ലാസ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലാസ് 9 വർക്ക് ആൻഡ് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതിന് മുമ്പ് ചെറിയൊരു ടിപ്പായിട്ട് എടുത്താൽ മതി. നിങ്ങൾ സയൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എക്സാമിന് ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് എക്സാം ഹാളിൽ പോയിട്ട് പേപ്പറിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാറില്ല ചിലർക്കെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ കാണാതെ പഠിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കാണാതെ പഠിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ സയൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്കൂളിലെ ടീച്ചർ പറയുന്നതാണെങ്കിലും ട്യൂഷൻ ടീച്ചർ പറയുന്നതാണെങ്കിലും ഇവൻ ഞാൻ പറയുന്നതാണെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. എന്താണ് കൺസെപ്റ്റ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്തിട്ട് അന്ന് പഠിപ്പിക്കുന്ന ചാപ്റ്ററിൻ്റെ അത്രയും ഭാഗങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അന്ന് തന്നെ വായിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ റിവിഷൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ ടിപ്സ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, വിഷ്വലൈസ് ചെയ്യുക. കേട്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വർക്ക് ആൻഡ് എനർജി ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2 ടേംസാണ് ഇവിടെ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? വർക്കും എനർജിയും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളിൽ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും വർക്കും എനർജിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ എണീക്കുന്നു. രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? ചായ കുടിക്കും, അല്ലെങ്കിൽ കാപ്പി കുടിക്കും. വെള്ളം കുടിക്കുന്നവരുമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ചിലർ എക്സസൈസ് ചെയ്യാറുണ്ട്, ചിലർ വീട്ടുജോലി ചെയ്യാറുണ്ട്, ചിലർക്ക് ഓഫീസിൽ പോകണം, സ്കൂളിൽ പോകണം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി വേണം. ഈ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? തലേന്ന് കഴിച്ച ആഹാരത്തിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അപ്പം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ? ആക്ടിവിറ്റീസ് തുടരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ടേം ഉണ്ടല്ലോ, ഈ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടേമിനെയാണ് നമ്മൾ ശരിക്കും വർക്ക് എന്ന് ഡെയിലി ലൈഫിൽ നമ്മൾ വിളിക്കുന്നത്. ഇനി ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സയൻസിൻ്റെ സബ്ജക്റ്റിൽ മാറുമ്പം വർക്ക് എന്ന് പറയുന്ന ടേംസിന് ഡിഫറൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. നാളെ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട്. എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾ പാതിരാത്രി വരെ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും. അപ്പോൾ വേറൊരാൾ കാണുവാണെങ്കിൽ പറയും അവൾ ഭയങ്കര ഹാർഡ് വർക്കറാണ്, അല്ലെങ്കിൽ അവൻ ഭയങ്കര ഹാർഡ് വർക്കറാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഓടുന്നില്ല, ചാടുന്നില്ല, കല്ലും പൊക്കിക്കൊണ്ട് നടക്കുന്നില്ല, എന്നിട്ടും എങ്ങനെയാണ് പറയുന്നത്? ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം ഈ ഒരു ടേമിനകത്ത് സയൻസിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ വർക്കെന്ന് നമ്മളതിനെ വിളിക്കത്തില്ല. ഇനി ഒരു കല്ലും പൊക്കിക്കൊണ്ട് നമ്മൾ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഭിത്തിയെ പിടിച്ച് തള്ളുന്നു. ഇതെല്ലാം ഓരോരോ സിറ്റുവേഷൻസ് ആണല്ലോ. ഈ എല്ലാ കേസും നമ്മൾ സയൻസിൻ്റെ ടേംസിൽ എന്തെന്ന് വിളിക്കത്തില്ല? വർക്കെന്ന് വിളിക്കത്തില്ല. അപ്പോൾ കണ്ടീഷൻസ് ഉണ്ട്. വർക്കെന്ന് പറയണമെങ്കിൽ സയൻസിൽ കണ്ടീഷൻസ് ഉണ്ട്. ഇത് നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ നോക്കാം. ഇവിടെ നോക്കോ, ഞാനൊരു ബ്ലോക്ക് എടുത്തു. 5 കിലോ ഉണ്ടെന്ന് വെച്ചോ. 5 കിലോ ഉള്ള ഒരു ബ്ലോക്കാണിത്. ഇതിനെ ഞാൻ ഇവിടെ നിന്ന് തള്ളാൻ പോവാം. എന്താ, ഞാൻ 5 കിലോ ഉള്ള ഒരു ബ്ലോക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചെന്ന് വെച്ചോ. ഇനി ഇതിനെ ഞാൻ ഇവിടുന്ന് ഒരു ബലം കൊടുത്ത് അങ്ങോട്ട് തള്ളാൻ പോവാം. അതായത് ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുത്തു. 10 ന്യൂട്ടൺ ആണെന്ന് വെച്ചോ. 10 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ ഇങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് തള്ളാൻ പോവാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്ത് ഇതെവിടെ എത്തും? ബി എന്ന് പറയുന്ന പോയിന്റിലെത്തിയെന്ന് വെച്ചോ. ഫോഴ്സ് നമ്മളിങ്ങനെ എടുത്തു. അപ്പം 5 കിലോ ഉള്ള സാധനം ഇപ്പോൾ എവിടെ എത്തി? ഇവിടെ എത്തി, ഇല്ലയോ? അപ്പം ആദ്യം എ എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു ഇതിരുന്നത്. ഇവിടുന്ന് ഞാൻ എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം എവിടെ എത്തി? ഇവിടോട്ട് മാറി, ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് മാറി. അപ്പം ആദ്യം ഇരുന്ന സ്ഥലത്ത് നിന്നും ഇതുവരെയുള്ള ബി എന്ന് പറയുന്നത്, അതായത് എയിൽ നിന്നും ബി വരെയുള്ള ദൂരം എന്ന് പറയുന്നതിനെ ഞാൻ എസ് എന്ന് ഡിനോട്ട് ചെയ്തു. എന്താ, ഫോഴ്സിനെ എഫ് എന്ന് വിളിച്ചു ഞാൻ കൊടുത്ത ഇവിടുന്ന്, അതായത് ഇതിനുണ്ടായ സ്ഥാനമാറ്റത്തെ, ഇവിടെ ഇരുന്ന സ്ഥാനം ഇങ്ങോട്ട് മാറിയല്ലോ. അപ്പോൾ ഈ സ്ഥാനമാറ്റത്തിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? എസ് എന്ന് വിളിച്ചു. സ്മോൾ ലെറ്റർ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരത്തിനെ ഞാൻ എസ് എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 2 കണ്ടീഷൻസാണ് എന്തിന് വേണ്ടത്? വർക്കിന് വേണ്ടത്. അതായത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ വസ്തുവിന് ഒരു സ്ഥാനമാറ്റം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇതാണ് 2 കണ്ടീഷൻ. എന്താണ്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് വസ്തുവിനൊരു സ്ഥാനമാറ്റം ഉണ്ടാവണം. അപ്പം ഈ ഒരു കണ്ടീഷനാണ് എന്ത്? വർക്ക് നടന്നു എന്നുള്ളതിന് ഉദാഹരണം. അപ്പോൾ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? വർക്കിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ W കൊണ്ട് ഡിനോട്ട് ചെയ്യാം. വർക്ക് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്തൊക്കെയാണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും. എന്തൊക്കെയാണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും. ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും കൂടെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർക്ക് ഡൺ എന്ന്
വിളിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്, എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൻ്റെ മണ്ടയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തപ്പം അതിന് എന്തുണ്ടായി, ഒരു സ്ഥാനമാറ്റം ഉണ്ടായി. ആ സ്ഥാനമാറ്റത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു, എസ് എന്ന് വിളിച്ചു. ആ സ്ഥാനമാറ്റം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എസ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ നടന്ന വർക്ക് ഡൺ, അതായത് ഇവിടെ ഒരു വർക്ക് ഡൺ നടന്നു. വർക്ക് ഡണ്ണിനെ നമ്മൾ എന്ത് വിളിക്കും, ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കുക. അതായത് W = F × S. ഇനി ഒരു കാര്യം ആലോചിക്കാം, ഇവിടെ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോൾ ഒരു സ്ഥാനമാറ്റം ഉണ്ടായി. ഇനി ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, സ്ഥാനമാറ്റം ഉണ്ടായില്ല. എക്സാമ്പിളായിട്ട് നമ്മളൊരു ഭിത്തിയെ പിടിച്ച് തള്ളുന്നു, അവിടെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഭിത്തി അങ്ങോട്ട് നീങ്ങുന്നുണ്ടോ, ഇല്ല. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. അതായത് എഫ് ഉണ്ട്, S = എന്താണ്, 0 ആണ്. ഈ കണ്ടീഷനിൽ ഒരിക്കലും വർക്ക് ഡൺ നടക്കത്തില്ല. ഇനി നേരെ തിരിച്ച് ഫോഴ്സ് ഒന്നുമില്ല, പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, അങ്ങനെ വരുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവിടെയും എന്ത് നടക്കത്തില്ല, വർക്ക് ഡൺ നടന്നെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ നടന്നെന്ന് പറയണമെങ്കിൽ എന്ത് വേണം, അവിടെ ഫോഴ്സും അപ്ലൈ ചെയ്യണം, അതിനനുസരിച്ചിട്ട് ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ അവിടെ വർക്ക് ഡൺ നടന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ വർക്കിൻ്റെ യൂണിറ്റിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പം യൂണിറ്റ് നോക്കാം. ഫോഴ്സിൻ്റെ യൂണിറ്റ് നിങ്ങൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, എന്താ, ന്യൂട്ടൺ. അപ്പം നമ്മൾ പ്രീവിയസ് ചാപ്റ്റർ ഇട്ടിട്ടില്ല, നമ്മൾ പതുക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾ പറയുന്നത് പോലെ നമ്മൾ ഓരോ ചാപ്റ്റർ കവർ ചെയ്ത് വരാം. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പറയാം വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ മീറ്റർ ആണെന്ന് പറയാം. ഇനി പക്ഷേ ഒരു യൂണിറ്റ് കൂടെ ഉണ്ട്, നമ്മൾ SI യൂണിറ്റ് എന്ന് വിളിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും, ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. എന്താണ്, ജൂളിനെയാണ് വർക്കിൻ്റെ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ J ആണ്. അപ്പോൾ 2 യൂണിറ്റാണ് വർക്കിനുള്ളത്. ഒന്ന് ന്യൂട്ടൺ മീറ്റർ, അതെങ്ങനെയാവുന്നതെന്ന് അറിയാലോ, ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷനിൽ നിന്നാണ് ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ള ഒരെണ്ണം എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്, അത് ജൂളാണ്. ഇനി നമ്മൾ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, 1 ജൂളിനെ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 1 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. ഒരു ജൂളിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് 1 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്തുമാത്രം വർക്ക് കൊടുക്കണം, 1 ജൂൾ വർക്കായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ എന്താ പറഞ്ഞത്, 1 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൻ്റെ മണ്ടയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് 1 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യുമെങ്കിൽ അവിടെ ഞാൻ ചെയ്ത വർക്ക് എത്രയായിരിക്കും, 1 ജൂൾ ആയിരിക്കും. അതിന് ഡെഫിനിഷൻ വഴി നമുക്ക് പറയുകയാണെങ്കിൽ 1 joule is the amount of work done on an object when a force of 1 Newton displaces it by 1 meter along the line of action of the force. ഇനി നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് എന്തൊക്കെ ടൈപ്പ് വർക്ക്സ് ആണുള്ളതെന്ന്. അതായത് പ്രധാനമായിട്ടും 2 ടൈപ്പ് വർക്കാണുള്ളത്. അപ്പോൾ വർക്കിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വർക്കിനെ തന്നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പോസിറ്റീവ് വർക്കും ഉണ്ട്, മറ്റൊന്ന് നെഗറ്റീവ് വർക്കും ഉണ്ട്. ഇതിനെ നമുക്ക് എക്സാമ്പിൾസിൽ കൂടെ തന്നെ പഠിക്കാം. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വർക്ക് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻ വേണം. എന്തൊക്കെ വേണം, അത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം, രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോഴ്സിനനുസരിച്ചൊരു ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് സ്ഥാനമാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ, വർക്ക് നടന്നതായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി പോസിറ്റീവ് വർക്കിനെ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടുന്ന് ഒരു ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എന്തുണ്ടായി, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് സ്ഥാനമാറ്റം ഒരു വസ്തുവിനുണ്ടായി. ഈ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ ഈ വസ്തുവിനുണ്ടായ സ്ഥാനമാറ്റം എങ്ങോട്ടാണ്, അതേ ഡയറക്ഷനിലോട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു സാധനത്തിന് അങ്ങോട്ട് തള്ളുവാണെങ്കിൽ ആ സാധനം എങ്ങോട്ടേ മൂവ് ചെയ്യത്തുള്ളൂ, അങ്ങോട്ട് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് വിളിക്കാം. അപ്പോൾ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നതെങ്കിൽ, അതായത് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം, പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് വിളിക്കാം. ഇനി നെഗറ്റീവ് വർക്ക് ഡൺ എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ്. ഞാനൊരു ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു,
പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഉണ്ടാകുന്നത്. സ്ഥാനമാറ്റം അതിന് ഓപ്പോസിറ്റായിട്ട് വരികയാണെങ്കിൽ അതിനെ ഞാൻ എന്തെന്ന് വിളിക്കും, നെഗറ്റീവ് വർക്ക് ഡൺ എന്ന് വിളിക്കും. അപ്പോൾ പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. മറ്റേ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. ഇനി പോസിറ്റീവ് വർക്ക് ഡണ്ണിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വഴി നമ്മൾ ഡെയിലി ലൈഫിൽ ഫുട്ബോൾ അടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തള്ളിക്കൊണ്ട് പോകുന്നത്, ചെയർ തള്ളുന്നത്, അതൊക്കെ എന്ന് പറയുന്നത് പോസിറ്റീവ് വർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എങ്ങോട്ടാണോ അതിനനുസരിച്ച് മാത്രമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നെഗറ്റീവ് വർക്ക്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പഞ്ച് പിടിക്കത്തില്ലേ, പഞ്ച് പിടിക്കുന്ന സമയത്ത് ഒരാൾ അങ്ങോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മളെ തോപ്പിക്കാനായിട്ട് നമ്മളെക്കാളും ബലമുള്ള ഒരാൾ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് വരുന്നില്ലേ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ കൈക്ക് ഇത്രയും ബലം ഇല്ലാത്തതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മുടെ കൈ എങ്ങോട്ടാണ് പോകുന്നത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അതിനെ നെഗറ്റീവ് വർക്ക് ഡൺ ആയിട്ട് കണക്ക് കൂട്ടുക. ഇനി നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്, മുമ്പോട്ടാണ്. അപ്പം നമ്മളെ പുറകിൽ നിന്ന് ഒരാൾ പിടിച്ച് വലിക്കുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഫോഴ്സ് മുന്നോട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പം പുറകിൽ നിന്ന് എന്താണ് ഒരു ഫോഴ്സ് പുറകോട്ട് വലിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, പുറകോട്ടൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കേസിൽ എന്താ സംഭവിക്കുന്നത്, അതായത് ഇവിടുത്തെ വർക്ക് ഡൺ നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. അപ്പം രണ്ട് ടൈപ്പ് ഓഫ് വർക്ക് ഡൺ ആണുള്ളത്, നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. നമുക്ക് എക്സാമ്പിൾസിലൂടെ അത് വിവരിക്കുകയും ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് 2 എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ഒരു എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഒരു സ്പെഷ്യൽ കേസാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 ടൈപ്പ് ഓഫ് വർക്കാണുള്ളത്, പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾസും പറഞ്ഞു. ഇനി ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴെ ഇരിക്കുന്നൊരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഈ പേനയാണെങ്കിൽ ഇത് താഴെ ഇരിക്കുകയാണെന്ന് വെച്ചു, ഈ പേനയെ ഞാൻ എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് ഉയർത്തിപ്പിടിക്കുന്നു. അതായത് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഞാൻ ഈ പേനയെ മുകളിലോട്ട് ഉയർത്തി. അപ്പം ഏത് ടൈപ്പ് ഓഫ് വർക്കാണെന്ന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് ഇവിടെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ഞാൻ മുകളിലോട്ട് ഉയർത്തി, അതായത് ഫോഴ്സ് കൊടുക്കുന്നത് മുകളിലോട്ടാണ്. അപ്പോൾ ഒബ്ജക്റ്റിന് സ്ഥാനമാറ്റം എങ്ങോട്ടാണ് ഉണ്ടായത്, ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലാണ് സ്ഥാനമാറ്റം ഉണ്ടായത്. പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യൽ കേസാണെന്ന് പറയാൻ കാരണം, ഞാൻ മുകളിലോട്ടൊരു ഫോഴ്സ് കൊടുത്തപ്പം താഴോട്ടൊരു ഫോഴ്സ് ഇതിനെ നെഗറ്റീവായിട്ട് വലിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ പേനയെ താഴോട്ട് വലിക്കുന്നുണ്ട്. അത് നമ്മുടെ എല്ലാ കേസിലും ഉള്ളതാണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ന്യൂട്ടൻ്റെ അല്ലേ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും മുകളിലോട്ട് ഉയർത്തുന്ന ഒരു സാധനത്തിനെ താഴോട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പോസിറ്റീവ് കേസ് വരുന്ന ഏതാണ്, ഈ സിറ്റുവേഷനിൽ ഞാൻ ഈ പേനയെ മുകളിലോട്ട് ഉയർത്തിയപ്പോൾ എന്ത് സംഭവിച്ചു, ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഇതിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. ആ കേസിൽ ഇതിനെ പോസിറ്റീവ് എന്ന് വിളിക്കാം. എന്നാൽ ഞാനിത് ഉയർത്തിയ സമയത്ത് എർത്ത് ഇതിനെ താഴോട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, താഴോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് ഇവിടെ ഏത് കാറ്റഗറിയിൽ പെടുത്താം, നമുക്ക് നെഗറ്റീവായിട്ട് പെടുത്താം. അപ്പം ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ചോദിക്കും. നമുക്ക് ഓൾറെഡി അറിയാം ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. MA ആണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. M എന്താണ്, മാസാണ്. A എന്ന് പറഞ്ഞത് ആക്സിലറേഷനാണ്. ഇനി ഈ ഉയർത്തുന്ന, അതായത് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ഈ റെയിൽവേ പോർട്ടർമാർ വെയിറ്റ് ഉയർത്തുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, അതായത് താഴെ നിന്ന് ഒരു സാധനത്തിനെ മുകളിലോട്ട് ഉയർത്തുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളാം, ഇവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ടേം മാറിയിട്ട് അവിടെ എന്ത് വരും, F=M എന്നുള്ളിടത്ത് A മാറി G, സ്മോൾ ലെറ്റർ G വരും. ഇവിടുത്തെ G എന്ന് പറയുന്നത് ഇവിടെ ആക്സിലറേഷൻ, ഇവിടെ വരുമ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് ഇതിനെ വിളിക്കുന്നത്. അപ്പം എക്ക് പകരം നമ്മൾ G ആണ് യൂസ് ചെയ്യുന്നത്. അതിനെന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് വിളിക്കുന്നത്. അപ്പം G എന്ന് പറയുന്ന ടേമിനെ നമുക്കൊരു എളുപ്പത്തിൽ മാത്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാല്യൂ എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്. അത് 9.8 m/s² എന്നാണ് ആ വാല്യൂ. അപ്പം ഒന്ന് ആലോചിക്കുക, ഫോഴ്സ്, അതായത് ഒരു ഒബ്ജക്റ്റിനെ മുകളിലോട്ട് പൊക്കുന്ന സമയത്ത് അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ എടുക്കണം, F=MA അല്ല mg എടുക്കണം. ഇവിടുത്തെ ജിയുടെ വാല്യൂ 9.8 ആയിരിക്കും. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വർക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എനർജി കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നിടം വരെ